ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കിഴങ്ങ് കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് 2-3 വെള്ളം കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ എടുത്തിട്ട് നിറയെ വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ കൊണ്ടുവന്ന് വയ്ക്കണം. അതവിടെ ഇരുന്ന് സെറ്റായിക്കോളും. ബാക്കി പരിപാടികളൊക്കെ അത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് ഉണക്ക കിട്ടിയിട്ടുണ്ട്, ചെറിയ ചൂരക്കുട്ടി കിട്ടിയിട്ടുണ്ട്. ഇത് വാത്തിക്കാരലെന്ന് പറയും, ഇവിടെയൊക്കെ CD എന്ന് പറയും. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ ഇതിന് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അത് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ചുണ്ടൊക്കെ കട്ട് ചെയ്ത് കളയും കേട്ടോ. പിന്നെ ചെകളപ്പൂക്കെ എടുത്ത് കളഞ്ഞ് തല നല്ല നീറ്റായിട്ട് എടുക്കും. ഇതിൻ്റെ തല പൊരിച്ച് കഴിഞ്ഞാൽ നല്ല പപ്പടം കഴിക്കുന്ന പോലെ ഇരിക്കും, കരുമരായിരിക്കും. പിള്ളേരെല്ലാം അവധിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും പൊരിച്ച മീൻ മതി. അതുകൊണ്ട് കുറച്ച് മീൻ മാത്രമേ കറി വയ്ക്കാൻ എടുക്കുന്നുള്ളൂ. ബാക്കി ചെറിയ ചൂരക്കുട്ടിയും ഇതിൻ്റെ തലയും ഉണക്കി എല്ലാം പൊരിക്കാൻ എടുക്കുക ചെയ്യുന്നത്. ഈ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കറി വെച്ചാൽ നല്ല ചെവയാണ് അതിന്. നല്ല ചെവയാണെന്ന് ഉദ്ദേശിച്ചാൽ നല്ല ഒരു അരപ്പ് ചെവ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉണക്ക കട്ട് ചെയ്യുവാണ് അമ്മ. ഇവിടെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഈ മീനൊന്നും കട്ട് ചെയ്യേണ്ട, ഇങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന് ഇതൊക്കെ വീഡിയോ പിടിച്ചാൽ മതി. വീട്ടിലാണെങ്കിൽ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ഉണക്കച്ചാളയാണ് കേട്ടോ, പൊരിച്ചാൽ നല്ല രസമാണ്. കിഴങ്ങ് തിളച്ചിട്ടുണ്ട്, വെന്തില്ല കേട്ടോ. അപ്പോൾ മീനൊക്കെ കൊണ്ടുവന്നപ്പം ഉണക്ക പൊരിക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇടത്തുള്ളൂ. ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. മീനെല്ലാം കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ട് പൊരിക്കാൻ. പിന്നെ സാധാരണ ഇടുന്ന പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉലുവാപ്പൊടി ഇത്യാദി എല്ലാ പൊടികളും ഇട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ട്. ചേച്ചി ഊറ്റുവാണ്. അതിനുശേഷം ഇങ്ങനെ അടുപ്പി വെച്ച് ഒന്ന് തീയിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ചിടും ഇങ്ങനെ. എന്നിട്ട് ഇളക്കിയെടുക്കും. പിന്നെ നമ്മുടെ ചൂര പൊരിക്കാൻ വെച്ചു, ഉണക്ക പൊരിക്കാൻ വെച്ചു, തല പൊരിക്കാൻ വെച്ചു, മീൻകറി സെറ്റായി. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ്, ഒരു ടിന്നിനകത്ത് മസാല പച്ചയ്ക്ക് ഇങ്ങനെ കിട്ടും. അതിങ്ങനെ ഒരു ദിവസം വെയിലത്ത് ഉണക്കണം. എല്ലാം ഉണ്ട് അതിനകത്ത്. പെരിഞ്ചീരകം, വയനയില, തക്കോലം എല്ലാം ഉണ്ട്. അത് ഉണക്കിയതിന് ശേഷം മിക്സിക്കകത്ത് പൊടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.